നമസ്തേ. അപ്പോൾ ഞാനിന്ന് വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഭരണി മാസാചരണത്തിനെ പറ്റിയിട്ട്. കുംഭഭരണി മുതൽ മീനഭരണി വരെ ഭരണി മാസാചരണം ആചരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ചില വീഡിയോ ഇറക്കിയിട്ടുണ്ട് പച്ചക്കറിവാദികൾ. അതൊന്നും നമ്മളെ വിഷയമല്ല, കാരണം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധർമ്മമാണ്, കുലധർമ്മം. അപ്പോൾ പച്ചക്കറിവാദികൾ പലതും പറയും, അറക്കരുത്, ബലി നൽകരുത്, കാളിക്ക് ചോര ഇഷ്ടമല്ല, ബലി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നുമല്ല, ആ വീഡിയോ ഇട്ടതിന് ശേഷം പലരുടെയും കമൻറ്റ് കണ്ടു. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭരണി മാസാചരണത്തിൽ നമുക്ക് എങ്ങനെയാണ് പങ്കാളിയാകാൻ പറ്റുക, നമ്മുടെ വീട്ടിൽ നിന്ന് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പതിപ്പ് ഞാൻ പറയുന്നത്, നിങ്ങളെ കുലത്തിൽ ഭദ്രകാളിക്ക് വലുതായിട്ട് 64 കളും അല്ലെങ്കിൽ 32 കളും 16 ഒക്കെ വെച്ചിട്ട് വിരുതി പൂജ ചെയ്യുന്ന തറവാട് ആണെങ്കിൽ അതുപോലെ തന്നെ തുടരണം. അല്ലാതെ ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യല്ല വേണ്ടത്. ഇത് ഞാൻ പറയുന്നത്, ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ, ഒരറിവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരറിവും ഇല്ലാതെ അത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അറിവില്ല കൂട്ടറാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പഞ്ചോപചാര പൂജ ചെയ്തിട്ട് ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങൾ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അറിയാതെ കൂട്ടറാണെങ്കിൽ ഈ ഒരു ചെറിയ വിധാനത്തിലും നമ്മുടെ ഭദ്രകാളിക്ക് വിരുതി അർപ്പണം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ ഒന്ന് വേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്നത് പൂവൻ കോഴിയായിരിക്കണം. പൂവൻ കോഴി എന്ന് പറഞ്ഞാൽ പൂവിത്തെളിഞ്ഞ കോഴി വേണമെന്നാണ്. അതിന് ചട്ടുകാലോ മുടന്തുകാലോ അതുപോലെ തന്നെ അതിന് അംഗവൈകല്യങ്ങളൊന്നും പാടില്ല. ലക്ഷണമൊത്ത കോഴിയായിരിക്കണം. ബലിമൃഗത്തിന് പ്രാധാന്യമുണ്ട്, അത് ലക്ഷണമൊത്തയായിരിക്കണം. അതിനെ അറുത്ത് അതിന് ശേഷം ഗുരുതിയിലേക്ക് അതിൻ്റെ നിണമൊഴുക്കി ആ നിണം തന്നെ ആ 9 നറുക്കിലേക്കും കാണിച്ച്, ഇതൊക്കെയാണ് അതിൻ്റെ വിധി. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലായിക്കോട്ടെ, മുക്കോലപ്പെരുവരി ആയിക്കോട്ടെ, വഴിത്തട ആയിക്കോട്ടെ, അങ്ങനെ ഏത് കാട്ടിലായിക്കോട്ടെ, അങ്ങനെ എവിടെയാണെന്ന് കണക്കൊന്നുമില്ല. എവിടുന്നും കൊടുത്തു കഴിഞ്ഞാലും സ്വീകരിക്കുന്ന ദേവതയാണ് ഭദ്രകാളി. കാരണം കാളി എന്ന് പറഞ്ഞത് കാലം തന്നെയാണ്, ഈ പ്രകൃതി തന്നെയാണ്. അപ്പോൾ മൂപ്പർക്ക് ഇന്നേ സ്ഥാനമൊന്നുമില്ല. എവിടുന്നും നിങ്ങൾക്ക് അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീരത്വത്തെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളിയാവണമെന്നാണ് ഒന്നും കൂടി പറയാനുള്ളത്. ആദ്യം വെള്ളം കൊണ്ടൊന്ന് ശുദ്ധിയാക്കിയിട്ട് ഇലപ്പാറിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ കുലപര ദേവതേനെന്ന് പ്രാർത്ഥിക്കുക. ഭദ്രകാളീനെ പ്രാർത്ഥിച്ചിട്ട് പുഷ്പം അതിലേക്ക് ഇടണം. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഒരു പന്തം കുത്തുക. ഇലപ്പാറിൽ ഇതുപോലെ 9 ഇലപ്പാറിൽ വെക്കുക. അതിൽ വെറുതെ ജലം തിളപ്പിക്കുക. അതിനുശേഷം പുഷ്പം ഉണ്ടെങ്കിൽ പുഷ്പം ഇടുക.
അപ്പോൾ ഈ 9 അലപ്പാറിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സപ്തമതാക്കൾ, അഷ്ടഭൈരവർ, അഷ്ടഭൈരവി അങ്ങനെയുള്ള സങ്കല്പത്തിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് മലരിടുക. മലരിട്ട ശേഷം മദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 9 തിരിയെടുത്തിട്ട് കത്തിച്ചിട്ട് അതിൽ ഓരോന്നിൽ വെക്കണം. 9 അതിനുശേഷം പിന്നെ പന്തത്തിന് ഇത് കൊടുക്കുക. ഗുരുസി മുന്നിലെടുത്ത് വെക്കുക. ഒന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. അതിനുശേഷം അതിലേക്ക് മലരും കരിപ്പണ്ണും എടുക്കുക. അതിൻ്റെ ചുറ്റും ഗുരുസിപ്പാത്രൻ്റെ ചുറ്റും മരുന്നെടുക്കും. പുഷ്പം ഇതുപോലെ നക്കുക. അത് കോഴിയെടുക്കുക. കോഴി പൂവൻ കോഴി കൂവിത്തൊഴിഞ്ഞ കോഴിയായിരിക്കണം. അതുപോലെ തന്നെ അതിന് അംഗവൈകല്യമൊന്നും പാടില്ല. എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത കോഴിയായിരിക്കണം. ജലശുദ്ധിയൊക്കെ വരുത്തി പ്രാർത്ഥിച്ചിട്ട് പുഷ്പവും അരിയും കൊടുക്കണം. അതിന് തുളസിയിൽ തിരി കത്തിച്ച് വെക്കുക. ഇത് പൂജയൊന്നും വശവില്ലാതെ കൂട്ടർക്കാണ് ഇങ്ങനത്തെ ഒരു ക്രിയ പറയുന്നത്. പൂജ അറിയുന്ന കൂട്ടർക്ക് പഞ്ചോപചാരം പൂജിക്കാം. കോഴിനെ പൂജിക്കാം പഞ്ചോപചാരം. അതുപോലെ തന്നെ നറുക്കിട്ട് കഴിഞ്ഞാൽ പഞ്ചോപചാരം പൂജിക്കാം. വൃത്തിയിലേക്ക് പഞ്ചോപചാരം പൂജിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ബൃഹത്തായ പദ്ധതികളായിരിക്കും. ഇത് അറിവില്ലാതെ കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് പറഞ്ഞിരുന്നത്. കോഴി തിരി കത്തിച്ച ശേഷം കോഴിയെ അറുത്തിട്ട് ചോര ദുരിതിപ്പാതിൽ അതുപോലെ തന്നെ ഈ 9 നറുക്കിലേക്ക് ഇങ്ങനെ കാണിക്കുക.
ബാക്കിയുള്ള മിക്സിയിലേക്ക് തന്നെ കാണിക്കാം. അതിനുശേഷം കോഴിത്തലയും അതിൻ്റെ ഉടലും വീണ്ടും യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു തിരി കത്തിക്കാം. ഇതുപോലെ യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം മദ്യം ഒഴിച്ച് കൊടുക്കുക. ബാക്കിയുള്ള മദ്യം മിക്സിയിലേക്ക് വെക്കാം. മുന്നോട്ടേക്ക് 3 പ്രാവശ്യം ചെയ്യുക. 8 വശങ്ങളിലേക്ക് ചെയ്യാം. ഇതാണ് ചെറിയ വിധാനത്തിലെ വിടുതി തർക്കം.